നില്ലേ അങ്ങനെ അങ്ങ് പോയാലോ? എന്താ മണംകുറ്റിയില് നോടെ. നല്ല ഒന്നാന്തരം തേൻ. ഇതാർക്കാ? ഭൈമി തമ്പ്രാട്ടിക്കാ. ഓ ഭൈമിക്ക്, ഭൈമി തമ്പ്രാട്ടി. അല്ല അപ്പൊ എനിക്കൊന്നുമില്ല. നിങ്ങള് പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ തങ്ക, ഇവള് മാല. നല്ല പേരാണല്ലോ. മൂപ്പന്റെ മക്കളാണല്ലേ? അല്ല എനിക്കൊന്നും ഇല്ലേ. ഞങ്ങൾ തന്നാ തമ്പ്രാൻ കഴിക്കോ? ഞാൻ തിന്നുകളയും. നാളെ രാത്രി പൊങ്കലിന്റെ തുള്ളല്. തമ്പ്രാനും വരണം, വല്യമ്പ്രാനും വരണം. ഞങ്ങൾ വരുന്ന വരും. എന്റെ ഓച്ചറപ്പരദേവരെ, ആ വിരുന്ന് മുഴുവൻ എന്നെ കൊണ്ട് തീറ്റി. ആ കാറിന്റെ ഫ്രണ്ട് സീറ്റ് പാക്കറ്റ് ഉണ്ട്, അതിനടുത്ത്. നീ വിഷമിക്കാതെ. ഇങ്ങനൊക്കെയായി കാലത്ത്. ഇതൊക്കെ കണ്ടാലും പെണ്ണുങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കണം. അവനൊരു വിനോദത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞ നിനക്കെന്തോന്ന് നഷ്ടം വന്നു? നിനക്ക് അത്രയും ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ച പോരെ? ഈ കള്ളൂടിയെങ്കിലും ഒന്ന് നിർത്താൻ പറയുമേ. ഇനിയിപ്പൊ അതാ കൂത്ത്. നിനക്ക് നാണമില്ലേടി അവൻ കുടിക്കുന്നത് കള്ളാണെന്ന് പറയാൻ? അവൻ കുടിക്കുന്നത് നല്ല ഒന്നാന്തരം വീഞ്ഞ, ചോര പോലെ നിറമുള്ളത്. കാനായിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നപ്പം കർത്താവ് ആ വീഞ്ഞുണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് അത് പാവമുള്ള സാധനമല്ല. ആ നീ അടുക്കളയിലോട്ട് ചെല്ല്. കോഴിയെ പൊരിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞല്ലേ അവൻ പോയത്. അത് ശരിയാക്കിയില്ലെങ്കിൽ അവൻ വരുമ്പോ നിന്നെ പൊരിക്കും. സാർ എന്തിനാ വിളിപ്പിച്ചേ? എന്താ സാർ? എന്ത് പറ്റി സാർ? വരൂ. എന്റെ പരദേവതേ, ഇത് 1 കോടി രൂപയുണ്ട്. നമ്മുടെ ബോംബെ ഏജന്റ് പോലീസ് കസ്റ്റഡിയിലായി. ആ റാസ്കൽ എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു. ഏത് നിമിഷം ഇവിടെ റെയ്ഡ് ഉണ്ടാകും. അതിനുള്ള ഈ പെട്ടി ഇവിടെ നിന്ന് മാറ്റണം. നിന്റെ നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാൻ പറ്റും. പറ്റില്ലെങ്കിൽ പറയേ. വെറും 2 മാസത്തേക്ക് മതി. നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ പ്രതിഫലം തരും. ഞാൻ ചെയ്യാം സാർ. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കും. ഉടനെ പുറപ്പെട്ടോളൂ. ഹോണ്ട കൊണ്ടുപോയാൽ മതി. ഏത് റൂട്ടിൽ പോകും? ചുരം കയറി പോകുന്നതായിരിക്കും നല്ലത്. പോലീസ് അവിടെ വരുമെന്ന് തോന്നുന്നില്ല. ഏത് നരകത്തിലൂടെ പോകും? ഈ പെട്ടിയും ജോണിയുടെ കൊടുക്കണോ? ഇത്രയും പണം ഒന്നിച്ച് കാണുമ്പോ അവൻ വല്ല ഏനക്കേടും ചെയ്താലോ? പിന്നെ എന്ത് ചെയ്യും? ഇത് എന്റെ വീട്ടിൽ കൊടുക്കുന്ന നല്ലത്. പെട്ടി തുറക്കരുതെന്ന് അച്ഛനോട് പ്രത്യേകം പറഞ്ഞാൽ മതി. നല്ലത്.
സാറേ, ഈ കാവിൽ ജോണിയുടെ ഓഫീസ് ഇത് തന്നെയാണോ? മാനേജിംഗ് ഡയറക്ടർ ജോണിയല്ലേ? ആ. നേരെ അകത്തോട്ട് എന്നാ യെസ്, കം ഇൻ. നിങ്ങൾ വയ്ക്കും, ഞാൻ വിളിപ്പിക്കാം. യെസ് സർ. എടാ അളിയ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? വാ വാ വാടാ. സ്വർണമാല, സ്വർണ ചെയിൻ, സിൽക്കിന്റെ ജുബ്ബ, നല്ല 1ാം ക്ലാസ് ടേബിള്, കൊട്ടാരം പോലത്തെ ഒരു ആപ്പീസ്. നീ ആരാടാ കോടീശ്വര? ഞാൻ പഴയ ജോണിയൊന്നുമല്ല, ജോണി മുതലാളി. ഏത് മുതലാളി ആയാലും ആ പെരുങ്കള്ളന്റെ ലക്ഷണം നിന്റെ മുഖത്തുനിന്ന് പോയിട്ടില്ല. ആ നിന്റെ യോഗം. 3 ഫോളാ ഈ കാണുന്നതൊന്നും എന്റെ മാത്രമാണ്, നിന്റെയും കൂടിയാണ്. അല്ല, നീ എന്താ ഒരു അറിയിപ്പില്ല? ഭൈമിക്ക് എങ്ങനെയുണ്ട്? എന്ത് കുഴപ്പം? അവക്ക് സുഖം. ഫോറിൻ സിഗരറ്റാ? അതൊക്കെ പോട്ടെ. നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട്? വല്ല കുഴപ്പവും പറ്റിയോ? ആ, ഒരു കുഴപ്പം പിടിച്ച സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവനെ ഒന്ന് ഒളിപ്പിക്കണം. 2 മാസത്തേക്ക് മതി. 10 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. കുറച്ച് രൂപയാ, 1 കോടിയുണ്ട്. 1 കോടിയോ? ആ, സായിപ്പിന്റെ വകയാ. സംഗതി ബ്ലാക്ക് മണിയാ. ഇവനെ ഒന്ന് ഒതുക്കണമല്ലോ. എന്റെ പൊന്നു പരമു, 1 കോടിയല്ല 10. 1 കോടിയല്ല 10 കോടി കിട്ടിയാലും ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. എന്റെ പുതിയ ബംഗ്ലാവിൽ താമസം തുടങ്ങിയിട്ട് പണിയൊക്കെ തീർന്നു വരുന്നതേ ഉള്ളൂ. നമുക്കിവനെ അവിടെ ഒതുക്കാം. ആ ആ എടാ പരമുവേ, നീ അറിയോ ദേവേന്ദ്രന്റെ മകൻ കൊച്ചാപ്പിയെ? എനിക്കറിയത്തില്ല. ഞാനും അറിയത്തില്ല. പക്ഷെ ആ നാറ് വിചാരിച്ചാ പോലും ആ രൂപ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. പിന്നെയല്ലേ ഇൻകം ടാക്സ്. എടാ ജോണി, ഞാൻ പോന്നു. സമയം അങ്ങ് പോയി. ഞാൻ ഇന്നലെ സായിപ്പ് മേടിക്കും. എവിടെപ്പാ? സംഗതി ഒന്നും ആയിട്ടില്ല. നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു സാധനം തൊട്ടടുത്ത മുറിയിലുണ്ട്. എന്ത് സാധനം? കിളി, ചെറുകിളി, നല്ല 1ാം ക്ലാസ് പൈങ്കിളി. ഏതാടാ സാധനം? അതൊക്കെ ഉണ്ടടാ. എന്നാ അളിയൻ പോയി ഉപ്പ് നോക്കിട്ടോ, ഞാൻ 2 പെഗ് കൂടെ അടിക്കാം. അയ്യോ, ഞാൻ ഉപ്പൊക്കെ ഒത്തിരി നോക്കിയതാ. പാകത്തിന് ഉപ്പ്, പാകത്തിന് മുളക്, പാകത്തിന് മസാല, പിന്നെ ലേശം മധുരവും. ആനക്ക് അവനെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. തൊട്ടടുത്ത മുറിയെ നീ തുറന്നും കേറിക്കൊണ്ടാ മതി. ശരി. പിന്നെ അളിയാ, ഒരു മയത്തിനൊക്കെ വേണം. പിന്നെ നിന്റെ കിളിയല്ലടാ. എന്റെ കിളിക്ക് കുഴപ്പമൊന്നും വരത്തല്ലേ? മോളെ, പൊന്നുമോളെ, എന്നാ മിണ്ടുകല്ലേ? ഇങ്ങനെയൊന്നും അല്ലല്ലോ ജോണി പറഞ്ഞത്. ആ, എന്നാ ലൈറ്റ് ഒന്നിട്ടെ. അതും ചെയ്യല്ലേ? വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. എവിടെയാണ് നിന്റെ ഒരു സുന? എന്റെ ഭഗവാനെ. കുഞ്ഞെ, എന്തു പറ്റിയിരിക്കുന്നു കുഞ്ഞെ? കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു? അവൻ വല്ല ചതിയും കാണിച്ചോ കുഞ്ഞെ? ആ തെണ്ടിയെ ഞാനൊന്ന് കൊല്ലും. എവിടെ പോകുന്നു? ആ ജോണിയെ ഞാൻ... ജോണി എന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല. ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേണ്ടി ഇനി ഒരു കൊലപാതകം ഉണ്ടാവുന്നുണ്ട്. പ്രയോജനമില്ല. പഴയ ഗീത എന്നേ മരിച്ചു. നീ ആയിരുന്നു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോളാളിയാ? എന്ത് പറ്റിയടാ? എന്ത് പറ്റിയടാ?
ശവത്തെ കുത്തുന്ന തെണ്ടി പരമു അറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ചോ. നിന്റെ കഥ ഇന്ന് ഞാൻ കഴിക്കും. എന്തടാ മടിച്ചു വെക്കുന്നത്? കൊല്ലടാ. കാമുകിയുടെ ചരിത്രം സംരക്ഷിക്കാൻ വന്നതല്ലേ നീ? അവളെ കുറിച്ച് അക്ഷരം വിടരുത്, നന്ദി കേട്ടോ നായേ. എനിക്കൊരു അവളോട് നന്ദി കാണിക്കേണ്ട ആവശ്യമില്ലടാ. ജനിച്ചു വീണപ്പം പോലെ അവളുടെ വീട്ടിൽ നിന്ന് നക്കിത്തുന്നത് ഞാനാണോ? അവളുടെ തന്തയെ ജയിലിൽ കയറ്റിയത് ഞാനാണോ? 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിയിരിക്കുന്നു ഒരു സംരക്ഷകൻ. നിൽക്കണോ? ഭ്രാന്താശുപത്രി കിടക്കുന്ന അവളുടെ തള്ളക്ക് ചെലവിന് കൊടുക്കുന്നത് ഞാനാണ്, നിന്റെ തന്തയല്ല. വീടും പറമ്പും ജപ്തി ചെയ്ത് തെരുവിലിറക്കിയ അവക്ക് ഒരു ജോലിയും കയറിക്കിടക്കാൻ ഒരു ഇടവും കൊടുത്തത് ആരാണെന്ന് ചോദിക്ക്. ഞാനൊരു ബിസിനസ്സുകാരനാണടാ. കാശ് കൊടുത്തെങ്കിൽ അത് മുതലാക്കാനും എനിക്കറിയാം. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ.